അമ്പിളി മാമൻ. ലോകാവസാനം. പതിവ് പോലെ ഭക്ഷണശേഷം പപ്പുവാന പുഴയരികിൽ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആകാശത്ത് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. എന്റെ അമ്മേ, എന്താ ഒരു ശബ്ദം? വല്ല വേട്ടക്കാരുമാണോ അതോ വെറും സ്വപ്നമാണെന്നോ? അയ്യോ, ലോകം അവസാനിക്കാറായി. ആകാശം ഇപ്പോൾ ഇടിഞ്ഞു വീഴും. പപ്പുവാന ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ ഓട്ടം ആരംഭിച്ചു. അയ്യോ, ലോകരെ ഓടിക്കോ, ലോകം ഇപ്പൊ അവസാനിക്കും. ആനയുടെ വെപ്രാളവും ബഹളവും കേട്ട കുരങ്ങനും ഉറപ്പിച്ചു, ദാ ലോകം അവസാനിക്കാൻ പോകുന്നു. അവനും വിളിച്ചു പറഞ്ഞു, അയ്യോ, എല്ലാവരും രക്ഷപ്പെട്ടോ, ലോകം ഇതാ അവസാനിക്കാറായി. അയ്യോ, ഓടിക്കോ, ലോകം അവസാനിക്കാറായി. എന്റെ അമ്മോ! ആനയുടെയും കുരങ്ങന്റെയും ബഹളം കേട്ട് വഴിയരികിൽ നിൽക്കുകയായിരുന്ന മുയലും കുടുംബവും ഞെട്ടി. അവരും കൂട്ടത്തിലോടി. മലമുകളിൽ നിന്ന് കൂവൽ പരിശീലിച്ചു കൊണ്ടിരുന്ന കുറുക്കനും ബഹളം കേട്ട് ഞെട്ടി. ഏവരും തന്നെ കടന്നുപോയതും ഒന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ കുറുക്കനും ഓടാൻ തുടങ്ങി. ഓടി തള്ളിക്കോ, ഓടി തള്ളിക്കോ, ഓടി തള്ളിക്കോ, എല്ലാവരും ഓടിക്കോ. ഏതാനും നിമിഷങ്ങൾക്കകം ലോകം അവസാനിക്കും. എല്ലാവരും ഓടിക്കോ. പൂക്കളിലിരുന്ന വണ്ടുകളും കൂടെ കൂടി. അയ്യോ, മൂളി പറക്കാൻ നേരമായി. മാളോരെ ഓടിക്കോ, മക്കളെ ഓടിക്കോ. ഇത് സത്യമോ? മലദേവന്മാരെ, ഈ ലോകത്തെ കാത്തോളേ. ബഹളം കേട്ട കാക്കയും പറക്കാൻ തുടങ്ങി. ഏവരും കൂടി വിളിച്ചുകൂവി ഓട്ടം തുടർന്നു. ഓടിക്കോ, രക്ഷപ്പെട്ടോ. അയ്യോ, ഓടിക്കോ. അയ്യോ, വേഗം വേഗം ഓടിക്കോ, വേഗം രക്ഷപ്പെട്ടോ. പഴയ താക്കോൽ തപ്പിക്കൊണ്ടിരുന്ന കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഈ ബഹളം കേട്ടു. കുഞ്ഞുങ്ങളെ, വേഗം ഓടിക്കോ, ദേ ലോകം അവസാനിക്കാൻ പോകുന്നു. കിയോ കിയോ മാറാത്ത കുട്ടികളും തള്ളക്കോഴിയും താക്കോലും തീറ്റയും ഉപേക്ഷിച്ച് ഈ കൂട്ടത്തിൽ കൂടി. കോഴിയെയും കുഞ്ഞുങ്ങളെയും റാഞ്ചാൻ തക്കം പാർത്തിരുന്ന പരുന്ത് ഈ ബഹളം കേൾക്കുകയും കോഴിയമ്മയും കുട്ടികളും പാഞ്ഞ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. അല്ല, ഇവന്മാരെന്തിനായി ഓടുന്നത്? ഓടുന്ന കൂട്ടത്തിൽ എന്തോ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്താ അത്? എന്തോ ലോകം അവസാനിക്കാൻ പോകുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന മഹാമണ്ടത്തരമാ. ഇവന്മാരുടെ കൂടി ഓടുക തന്നെ. പരുന്തും വിളിച്ചു കൂവി. അല്ല പിന്നെ മാനവരെ രക്ഷപ്പെട്ടോ, ലോകം ഇതാ അവസാനിക്കാൻ പോകുന്നു. ഞാൻ രക്ഷപ്പെടാൻ പോവുകയാ. എല്ലാവരും ഓടിക്കോ. ഇതും പറഞ്ഞുകൊണ്ട് പരുന്തും ഓട്ടം തുടങ്ങി. കരടി തന്റെ വീടിന്റെ പടിയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരിക്കുമ്പോഴാണ് ഈ ബഹളം കേൾക്കുന്നത്. എന്താ ഒരു ഇരമ്പൽ പോലെ കേൾക്കുന്നത്? ഒരു പക്ഷേ വല്ല ഭൂമികുലുക്കാവോ? കരടി സംശയത്തോടെ എഴുന്നേറ്റ് നോക്കിയതും ആന, കുരങ്ങ്, കുറുക്കൻ തുടങ്ങി എല്ലാവരും ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. കരടി കുരങ്ങനോടായി ചോദിച്ചു, കൂട്ടുകാരാ, എന്താ പറ്റിയത്? കഥ പറയാനൊന്നും നേരമില്ല. അറിഞ്ഞില്ലേ, ലോകം അവസാനിക്കാൻ പോകുന്നു. ഓടി രക്ഷപ്പെട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി കരടിയും വിളിച്ചു പറഞ്ഞു. ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ലോകം ഇത് അവസാനിക്കാറായി. കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴാണ് കരടി സ്വന്തം കുടുംബത്തെ പറ്റി ഓർത്തത്. ഓടിയ വേഗത്തിൽ തന്നെ കരടി തിരികെ ഓടി കുടുംബത്തെയും കൂടെ കൂട്ടി. ഓടിക്കോ, ലോകം അവസാനിക്കാറായി, ഓടി രക്ഷപ്പെട്ടോ. ഈ കഥയൊന്നും അറിയാതെ സിംഹരാജൻ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു കാട്ടിലൂടെ. എവിടെയോ ഒരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണ്, അതടുത്തടുത്ത് വരുന്നുണ്ട്. ചെറുതായി ഭൂമി കുലുങ്ങുന്നുമുണ്ടല്ലോ. എന്താ സംഗതി? ഈ പാറപ്പുറത്ത് കയറി നിന്ന് ശ്രദ്ധിക്കാം. തന്റെ പ്രജകൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. തന്റെ പ്രജകളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. ഓടുന്ന കൂട്ടത്തിന് മുമ്പിൽ നിന്ന് രാജാവ് ഗർജിച്ചു. ആരവിടെ? എന്തിനാണ് ഈ കാടും പടലും ഇളക്കി ഓടുന്നത്? എന്ത് സംഭവിച്ചു? രാജാവേ, ക്ഷമിക്കണം. ഇനി ആർക്കും രക്ഷയില്ല. ലോകം അവസാനിക്കാൻ പോവുകയാണ്.
ലോകം അവസാനിക്കാൻ പോവുകയാണെന്നോ? അതെ മഹാരാജൻ, നാം എല്ലാവരും ഓടുന്നതാണ് നല്ലത്. ലോകം അവസാനിക്കാൻ പോവുകയാണ്. സംസാരിച്ചു നിന്ന് സമയം കളയരുത്. മടയത്തരം പറയരുത് മന്ത്രി. ലോകം അവസാനിക്കാൻ പോകുന്നെന്നോ? തമാശയല്ല രാജൻ, ദാ ലോകം ഇപ്പൊ അവസാനിക്കും. ഈ മരമണ്ടത്തരം ആരാണ് പറഞ്ഞത്? എല്ലാവരും പരസ്പരം നോക്കി. എന്നിട്ട് തങ്ങൾ ഇത് കേട്ടുമുറയ്ക്ക് കൈ ചൂണ്ടി പറഞ്ഞു, ഇവനാണ് പറഞ്ഞത്. അടുത്തയാളിനെ ചൂണ്ടി പറഞ്ഞു, ഇവനാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും ഓരോ ആളുകളെ രാജാവിന് ചൂണ്ടിക്കാട്ടി. ഓഹോ, അത് ശരി. അപ്പോ ശരിക്കും ഇത് ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? എല്ലാവരും കൈ ചൂണ്ടി അവസാനം ആനയിൽ വന്നു നിന്നു. ഓഹോ, അപ്പോ ആനച്ചാരാണ് ഈ രഹസ്യം ആദ്യം അറിഞ്ഞത് അല്ലേ? ആ അതെ രാജാവേ, ആ ഭാഗ്യം അടിയനാണ് ഉണ്ടായത്. താൻ എങ്ങനെയാണ് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയത്? അത് പിന്നെ ഉറങ്ങുകയായിരുന്ന ഞാൻ വലിയൊരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുകയും അത് ഏത് നിമിഷവും ഇടിഞ്ഞു വീണ് ഉടൻ തന്നെ ലോകം അവസാനിക്കുമെന്ന് ഭയന്നുപോയി. ആകാശം ഇടിഞ്ഞു വീണ് ലോകം അവസാനിക്കുമെന്ന് തോന്നിയതും അലറി വിളിച്ച് ഓടാൻ തുടങ്ങിയല്ലേ? ആ ഉവ്. മടയന്മാരെ, അത് മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത്, അല്ലാതെ ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ ശബ്ദമല്ല. ആനച്ചാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആന മണ്ടത്തരം കേട്ടതും അതിന്റെ സത്യം അന്വേഷിക്കാതെ അലറി വിളിച്ച് ഓടിയ നിങ്ങൾ ഓരോരുത്തരെയും ഇപ്പോൾ ശിക്ഷിക്കേണ്ടതാണ്. പിന്നെ പോട്ട്, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അതിന്റെ നിജസ്ഥിതി തിരക്കാതെ ഇറങ്ങുന്നവർ റിലീഭ്യരാവും. ഓർത്തോ, ഇനിമേലിൽ ഇത് ആവർത്തിക്കരുത്. രാജാവിന്റെ വാക്ക് മനസ്സിലാക്കി മൃഗങ്ങളുടെ കൂട്ടം തങ്ങളുടെ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. ആൾക്കൂട്ടത്തെ കണ്ടല്ല, ആരവങ്ങൾ കേട്ടല്ല. ആൾക്കൂട്ടത്തെ കണ്ടല്ല, ആരവങ്ങൾ കേട്ടല്ല. കാര്യം നന്നായി അറിയണം, കാര്യമറിഞ്ഞു നടക്കണം. ആൾക്കൂട്ടത്തെ കണ്ടല്ല, ആരവങ്ങൾ കേട്ടല്ല. കാര്യം നന്നായി അറിയണം, കാര്യമറിഞ്ഞു നടക്കണം. മാനം തന്നെ ഇടിഞ്ഞാലും ഭൂമി കിടുങ്ങി വിറച്ചാലും, മാനം തന്നെ ഇടിഞ്ഞാലും ഭൂമി കിടുങ്ങി വിറച്ചാലും, വീരൻ തെല്ലും പതറില്ല, പേടിച്ചോടി ഒളിക്കില്ല. വീരൻ തെല്ലും പതറില്ല, പേടിച്ചോടി ഒളിക്കില്ല. Magic, 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 magic. Magic book, magic book, magic book, magic book, magic book, magic book. ഇതാണ്